ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിലെ ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ഒരു ഡ്രോയിങ് കുറേ കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു ഡ്രോയിങ്ങാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഈ പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സമയമില്ല തീരെ, അതുകൊണ്ടും കൂടിയാണ് ചില ഡ്രോയിങ്ങൊക്കെ ഞാൻ വിട്ട് കളയുന്നത്. നമുക്ക് ഡ്രോയിങ്ങിന് വർക്കൊക്കെ വരുമ്പോൾ അത് ചെയ്ത് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ പുറകെയാണ് നടക്കുന്നത്. അപ്പം യൂട്യൂബ് വീഡിയോ ഇടാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. എന്നാലും മാക്സിമം നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ചെയ്ത് പോകുന്നുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ സൂര്യ ഡ്രോയിങ് നമ്മൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും മാക്സിമം ചെയ്ത് പോവാം. നിങ്ങൾ എന്താ പറയുക, ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞ് ഞാൻ വരയ്ക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോ ഇടാം സമയം പോലെ. അപ്പം ഈ ഒരു പാർട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടിച്ച് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്രോസ് ലൈൻസ് വരച്ചിട്ടുണ്ട് ഫേസിൽ, ആ ഭാഗങ്ങളൊക്കെ. അത് നമുക്ക് പെട്ടെന്ന് ഔട്ട്ലൈൻ ചെയ്യാനും അതുപോലെ തെറ്റിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ലൈൻസ് വരച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പം ഈ രീതിയിൽ വരച്ചിട്ടാണോ ഔട്ട്ലൈൻ ചെയ്യുന്നതായിരിക്കും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സാധാരണ ലൈൻസ് വരച്ചിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ എൻ്റെ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഐവറി പേപ്പറാണ് 250 GSM വരുന്ന A4 പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ പെൻസിൽ ആർട്ട് ലൈൻ്റെ 2B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്നത്. നമ്മൾ ഗ്ലിറ്റർ ലൈൻസ് ഇടാൻ വേണ്ടി എടുത്തിരിക്കുന്ന പെൻസിൽ HB പെൻസിലായിരുന്നു. അപ്പം HB പെൻസിൽ ഉപയോഗിച്ച് വരച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് തെളിച്ചം കിട്ടിക്കോട്ടെ എന്ന് 2B പെൻസിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഔട്ട്ലൈൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെയുള്ള പെൻസിൽ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ലൈൻസ് വരച്ചിരിക്കുന്ന 2 സെൻറ്റിമീറ്റർ എടുത്താണ് വരച്ചിരിക്കുന്നത്. അപ്പം പലരും ചോദിക്കാറുണ്ട് എത്ര സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകാത്തത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ആ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്, വരയ്ക്കാവുന്നതാണ്. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ആൾക്കാർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക.